12:30 ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. മാത്രല്ല അനിയത്തിന്റെ യൂണിഫോം വാങ്ങാൻ സ്കൂൾക്കൊന്ന് പോണം. ഇമ്മി അനിയത്തിന്റെ കൂടെ ഓട്ടോയിലാണ് പോക്ക്. സ്കൂളിൽ എത്താനും പോരാനും ഒരു സമയവും കാലൊക്കെ, അതുകൊണ്ട് ആദ്യം സ്കൂളിലേക്കാണ് പോക്ക്. കുറച്ചു മുന്നേ യൂണിഫോമിന്റെ അളവും പേരും ക്ലാസ്സും കൊടുത്തോണ്ട് ചെല്ലുക, വാങ്ങുക, ബില്ലടിക്കുക, പോരുക. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഒരു പഞ്ചായത്ത് ഫുള്ളും കുറച്ചേരം പുറത്തുനിന്നു, പിന്നെ സമാധാനമായിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. ഇതാണ് സ്കൂള്. അങ്ങനെ പേരും ക്ലാസ്സും പറഞ്ഞെടുത്ത് സാധനം കൈ കിട്ടി. ബുധനാഴ്ച ഇടാനുള്ളത് വേറൊരു സെറ്റ് യൂണിഫോമാ. അതിന് നമ്മള് പേര് കൊടുക്കാത്തോണ്ട് തപ്പെടുക്കണം. തപ്പെടുത്ത യൂണിഫോമും ബെൽറ്റും സോക്സും കിട്ടി. അങ്ങനെ കറക്റ്റ് അളവല്ലേ എന്നൊക്കെ നോക്കി നമ്മളത് പാക്ക് ചെയ്യാൻ കൊടുത്തു. ഇനിയിപ്പോ ബില്ലടക്കണം. ബില്ലടക്കാൻ ചെന്നപ്പോ അവിടെ ഒടുക്കത്തെ ക്യൂ. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ സമയമായി. കാര്യം എന്താ വെച്ചാല് കുറച്ചുകൂടി നേരത്തെ പോരണമായിരുന്നു. പിന്നെ എങ്ങോട്ട് പോയാലും ആ നേരത്തെ പോക്കുണ്ടല്ലോ, അത് നമുക്കായിട്ട് സെറ്റ് ആവില്ല. ആ ലൈറ്റായി ചെല്ലുമ്പോഴല്ലേ മനസ്സുഖണ്ടല്ലോ, അന്ന് വേറെ ലെവലാ. ഞങ്ങളെ കണക്കിൽ ഇതിപ്പോ ഒരു നേരത്തെ പോക്കാ. എന്തായാലും ബില്ലടച്ചു, സാധനം ഏറ്റുവാങ്ങലും കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. മയില് വാഹനം നമ്മളെ കാത്തുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഷോപ്പിംഗ് കൂടെ തുടങ്ങാം. ഹെയർ ആക്സസറീസും കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളാണ് ഫാൻസിന്ന് വാങ്ങാനുള്ളത്. ചിന്തിക്കാത്ത ഷോപ്പിംഗ് ആയതുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. സ്കൂൾ തുറക്കാനായോണ്ട് ക്യൂട്ടായ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ വന്നിക്കണേ. അതുമാത്രല്ല ക്യൂട്ടായ കുറെ കളക്ഷൻസ് വേറെ. ചെന്നപ്പോ എനിക്ക് വേണ്ട കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുറെയൊക്കെ നുള്ളി ഒപ്പിച്ചു. പിന്നെ മച്ചി കണ്ണൊക്കെ നടത്തി. അതുകൊണ്ട് കുറച്ചേരത്തിനൊന്നും മുണ്ടിയില്ല. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് സൈഡ് ബാഗ് കണ്ടുപെട്ടത്. കുറെ കാലായി അതിനൊന്ന് പൂതിച്ചിട്ട്. ഉമ്മച്ചിന്റെ കൈയും കാലും പിടിച്ച് അതും സെറ്റാക്കിയ സാധനം കൊണ്ട് നമ്മൾ അടുത്ത ഷോപ്പിക്ക് പുറപ്പെട്ടു. കൈയും കാലും പിടിച്ചാൽ ഇനിയും സമയമൊക്കെ ഉണ്ട്, കാരണം സ്കൂൾ ഷോപ്പിംഗ് ഉണ്ടല്ലോ. ഉമ്മമ്മക്കും ഉമ്മച്ചിക്കും പർദ്ദന്റെ കൈന്റെ താഴെടാന് ഒരു കൈയും കൂടി വേണത്രേ. അതിനാണ് ഈ പോക്ക്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, പർദ്ദന്റെ കുറെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. എടുത്തരുന്ന മൂപ്പരുണ്ടല്ലോ, മൂപ്പര് സാധനമൊക്കെ എടുത്തരും. പക്ഷെ എടുത്ത് തരുമ്പോ നേരം വെളുക്കുന്നതിനുള്ളൂ. അങ്ങനെ കാത്തുനിന്ന് അവൻ കിട്ടി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മമാന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും കുറച്ച് പച്ചക്കറി വാങ്ങോണ്ടൂന്ന്. എന്നാ പിന്നെ അവൻ കൂടി വാങ്ങാ. ഇനി പച്ചക്കറിയിലായിട്ട് കറി ഇല്ലാതിരിക്കണ്ട ഇല്ലേ. നല്ല പഴുത്ത മാങ്ങ കണ്ടു. ഉമ്മാനൊന്ന് നോക്കി, ഉമ്മച്ചി ഇന്നീ നോക്കി. ഉമ്മച്ചിന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം വീട്ടിൽ അക്കോല മാങ്ങ ഉണ്ടായിട്ടും ഇന്നും മാങ്ങേന്ന്. ആ നോട്ടം, ആ ഡയലോഗ് ഞാനൊന്ന് പ്രതീക്ഷിച്ചതാ. അതുകൊണ്ട് തന്നെയാണ് ഞാനും നോക്കിയത്, അല്ലെങ്കിൽ നമ്മള് കെഞ്ചൂലേ. തൊട്ടടുത്ത ഷോപ്പിൽ മക്രോണി. ഉമ്മച്ചേന്ന് നീട്ടിയൊരു വിളി. ആ വിളിയോടൊപ്പം ഒരു കെഞ്ചലും. ആ കെഞ്ചലുമാണ് നമ്മളെ കണ്ണിങ്. അതുകൊണ്ട് അതും കിട്ടി. അങ്ങനെ വാങ്ങിയ സാധനം കൊണ്ട് പോരുമ്പോ വെയിലിന് തീരെ ചൂടില്ലാത്തോണ്ട് എനിക്കും ഉമ്മക്കും ഇളനീർ വെള്ളവും അനിയത്തിക്ക് ഫ്രൂട്ടിയും ഒരു മുട്ടായി. അത് വാങ്ങി ഇറങ്ങിയപ്പോ ഉമ്മച്ചിന്റെ ഒരു ഡയലോഗ്, ഇനി ഇവിടെ എന്നാ ശരിയാവൂലാന്ന്. എന്നാ ഇനിയിപ്പോ എന്താ പോവാ ല്ലേ. പിന്നല്ലേ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഒന്നും നോക്കണ്ട, ഷെയറും കമന്റ് ഒക്കെ പോന്നോട്ടെ. ഓളെ കയ്യിലില്ല ആ മൊയൽ മുട്ടായി ഉണ്ടല്ലോ, അത് സംഗതി ഒരു ജെൽ ടൈപ്പ് ആണ്. പാൽപ്പേടന്റെ പോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ മുട്ടായിന്റെ ടേസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ അനിയത്തിൻ്റെതായോണ്ട് ഒന്നും മണക്കാൻ കൂടും കിട്ടൂല. അങ്ങനെ നമ്മൾ പെരയിലെത്തി. പച്ചക്കറി മമ്മന്റെ കൈ കൊടുത്തു, നാളെ കറി സാമ്പാർ. അപ്പൊ ശരി, നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിക്കണ്.